ഇന്ന് വിവാഹം ഏറ്റവും കൂടുതൽ ആർഭാടകരമായിട്ട് നടത്തപ്പെടുന്ന സമുദായം നമ്മുടെ മുസ്ലിം സമുദായമാണ്. മറ്റുള്ള സമുദായങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൊങ്ങച്ചത്തിലും ഏറ്റവും കൂടുതൽ ആർഭാടകരമായിട്ട് നടത്തപ്പെടുന്ന വിവാഹം മുസ്ലിം സമുദായത്തിലാണ്. വിവാഹം പള്ളിയിൽ ഒതുക്കണം, വളരെ ലളിതമായി വൽക്കരിക്കണം എന്ന് സമുദായത്തോടുകൂടി പറയുന്ന പോലും ഈ സംഭവം ലംഘിക്കപ്പെട്ട് വളരെ ആർഭാടപരമായിട്ട് വിവാഹം നടത്തുന്ന പല കാഴ്ചകളും നമ്മളിപ്പോ കണ്ടുവരികയാണ്. വിവാഹത്തിന്റെ മറവിൽ, അതായത് ഏറ്റവും സുദിനമാക്കപ്പെട്ട സവിശേഷമാക്കപ്പെട്ട ആ ദിനത്തിൽ പല രീതിയിലുള്ള കോപ്രായങ്ങൾ, പല രീതിയിലുള്ള ആഭാസത്രങ്ങൾ നടക്കുന്ന പല കാഴ്ചകളും നമ്മൾ കാണാറുണ്ട്. പുതിയാപ്പിള പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന രംഗവും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള കോലാഹലങ്ങളൊക്കെ. പക്ഷെ ഇതിനൊക്കെ ചില മഹല്ലുകളൊക്കെ കണ്ണടച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം. ഇപ്പൊ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ ഒരു വിവാഹം പുതിയാപ്പിള പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നതോടനുബന്ധിച്ച് നടന്ന കോലാഹലങ്ങൾക്കിടയിൽ ഇത് വലിയൊരു വാർത്ത സൃഷ്ടിക്കുകയും അവിടുത്തെ മഹല്ലുകളൊക്കെ ഇത്തരം വിവാഹങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടി എടുക്കുമെന്നും അത്തരം വിവാഹം മഹല്ല് കേന്ദ്രീകരിച്ച് നിയമസാധുതമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു കൊടുക്കൂല എന്നുള്ളൊക്കെ ഇത് ചില മഹല്ലുകളൊക്കെ ഫത്വ പുറപ്പെടുവിച്ചിട്ടുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. പക്ഷെ അതൊക്കെ ഇന്നും ലംഘിക്കപ്പെട്ടുകൊണ്ട് വിവാഹത്തിന്റെ ആ നല്ല ദിനത്തിൽ പല കോപ്രായങ്ങളും പല ആഭാസത്രങ്ങളും കാണിക്കുന്ന പല കാഴ്ചകളും കാണുന്നുണ്ട്. ഒരു വിവാഹം എന്നത് ഇപ്പോ സാധാരണക്കാരായവരുടെ വിവാഹം പോലും ഇന്ന് 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടുകയാണ്. അതായത് പണക്കാരന്മാരുടെ വിവാഹത്തെ അനുകരിച്ചുകൊണ്ടാണ് ഇന്ന് സാധാരണക്കാരവരുടെ വിവാഹം പോലും കടന്നു പോകുന്നത്. മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, അങ്ങനെ മറ്റുള്ള രീതിയിലുള്ള പല കല്യാണങ്ങളും. ചില വിവാഹങ്ങളൊക്കെ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് പോലും വിവാഹം നടത്തുന്ന നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ വിവാഹം എന്നത് ഒരു പൊങ്ങച്ചമാണ്. അതായത് മറ്റുള്ളവരുടെ വിവാഹം ഏത് രീതിയിലാണോ നടത്തപ്പെട്ടത് അതിനേക്കാളും ഒരു പടിയെങ്കിലും മുൻപന്തിയിൽ എന്റെ വീട്ടിൽ ഈ രീതിയിൽ നടത്തണം എന്നുള്ള ഒരു വാശിയിലാണ് ഇന്ന് പല വിവാഹങ്ങളും നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിക്ക വിവാഹങ്ങളും ഇന്ന് ഒരു പൊങ്ങച്ചത്തിന്റെ രീതിയിലേക്ക് മാറിപ്പെടുന്നത്. ചില വിവാഹങ്ങൾ നടത്തപ്പെടുന്നതിന്റെ പേരിൽ വലിയൊരു സാമ്പത്തിക നഷ്ടം സംഭവിച്ച് വീട് പോലും വിൽക്കേണ്ടി വന്ന അനുഭവസ്ഥയുള്ള പല രക്ഷിതാക്കന്മാരും ഇവിടെയുണ്ട്. പക്ഷെ ഇവിടെ വിവാഹം വളരെ ലളിതമായിരിക്കണം. അതായത് മുമ്പ് സ്ത്രീധനം എന്നൊക്കെ സമ്പ്രദായം വലിയൊരു സാമൂഹിക വിപത്തായി മാറിയിട്ടുള്ള ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സ്ത്രീധനം ചോദിക്കുന്ന ചെറുക്കനിക്ക് പെണ്ണ് കൊടുക്കാതെ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് പെണ്ണിനെ കിട്ടാൻ വളരെ ക്ഷാമമാണ്. അതായത് പെൺകുട്ടികളെ ചെറുക്കന്മാർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ത്രീധനം വിലപേശി വായിക്കുന്ന സമ്പ്രദായം ഒരു പരിധിവരെ ഇപ്പം നിർത്തലായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു ഭവിഷ്യത്തിലേക്കാണ് ഈ വിവാഹ ദിവസങ്ങൾ ഈ ആർഭാടപരമായിട്ടുള്ള ഈ പൊങ്ങച്ചപരമായിട്ടുള്ള ചെലവുകളും മറ്റൊക്കെ നടത്തുന്ന രീതിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ വിവാഹത്തിന്റെ മറവിൽ നടത്തപ്പെടുന്ന തോന്നിവാസങ്ങളും ആഭാസത്തരങ്ങൾക്കെതിരെ ഓരോ മഹല്ലുകളും കേന്ദ്രീകരിച്ചിട്ടാണ് രംഗത്ത് വരുന്നത്. ഇത്തരം വിവാഹങ്ങൾ ഒരിക്കലും സാധൂകരിക്കാത്ത തരത്തിൽ, ഒരിക്കലും അംഗീകരിക്കാത്ത തരത്തിലേക്കുള്ള ഒരു മാതൃകപരമായിട്ടുള്ള നടപടിയിലേക്ക് പോയാൽ മാത്രമേ ഇതുപോലെയുള്ള ആഭാസത്രവും തോന്നിവാസപരമായിട്ടുള്ള വിവാഹങ്ങൾ ഒരു പരിധിവരെ അവസാനിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ.